ഒരു സ്വിച്ച് ഇട്ടാൽ സാമൂഹിക മാറ്റം സംഭവിക്കും. ഒരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങോട്ട് വന്നാൽ ഉടനെ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ കുറച്ച് പേര് ഒരു കാര്യത്തിനെതിരെ സമരം ചെയ്താൽ ഒരു സാമൂഹിക മാറ്റം സംഭവിക്കും. ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസം ഇതൊക്കെ ചാനലുകൾക്ക് ഒരു ചാകരയാണ്. കുറച്ച് ദിവസം ഇവിടെ എല്ലാവർക്കും സർക്കാരിനും മറ്റുമൊക്കെ അടിസ്ഥാനപരമായ പല വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത് ഒരു നല്ല അവസരമാണ് എന്നുള്ളതൊഴിച്ചാൽ ഇത് നിലനിൽക്കുന്ന ഒരു മാറ്റമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരണമെങ്കിൽ സാമൂഹ്യ തലത്തിൽ വലിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചാൽ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സമൂഹത്തിൽ അരാജകത്വമൊക്കെ കൂടി വരുമ്പോൾ സ്വിച്ചിട്ട പോലെ നമുക്ക് പെട്ടെന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഒന്നും മാറ്റാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യകൾ കൂടുന്നു, അക്രമങ്ങൾ കൂടുന്നു, ബലാത്സംഗം കൂടുന്നു, അഡിക്ഷൻ കൂടുന്നു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. ഇപ്പോൾ സിനിമയിലെ കാര്യങ്ങൾ എവിടെ നോക്കിയാലും, ഇപ്പോൾ സിനിമയിലായതുകൊണ്ട് സിനിമയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പരിശുദ്ധന്മാരാണെന്നുള്ള മട്ടിലാണ് ചർച്ചകൾ നടക്കുന്നത്. സമൂഹത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള അരാജകത്വം ഒളിച്ചിരിപ്പുണ്ട്. അതിനുള്ള അവസരങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നു അവിടെയെല്ലാം അത് ഉപയോഗപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള നല്ലൊരു സൊസൈറ്റിയായിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റണമെങ്കിൽ അതിനെല്ലാവരുടെയും ഭാഗത്തു നിന്ന് വലിയ ഒരു എഫേർട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും മാതൃകയുള്ളവരായി ജീവിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ നല്ലത് സമൂഹത്തിന് കൊടുക്കാനും കൂടെ തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ വാല്യൂസ് എപ്പോഴും ഇങ്ങോട്ട് കിട്ടുന്നതിൽ മാത്രമാണ്. അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ്? അങ്ങോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉയർന്നതാണെങ്കിൽ മാത്രമേ. ഇത് കടം കൊടുക്കുന്നത് പോലെയാണ്. തിന്മ കടമായിട്ട് കൊടുത്താൽ അത് തിരിച്ചു വരും, നന്മ കൊടുത്താൽ അതും തിരിച്ചു വരും. അപ്പോൾ ഒരു സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഓരോരുത്തർക്കും മാതൃകയായിട്ട് ജീവിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമത് നമ്മുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള നമ്മൾ ഓരോ ഫാമിലിയും ഈ സമൂഹത്തിന് നൽകുന്നൊരു വാല്യൂ എന്താണ്, നമ്മുടെ ഒരു ഫാമിലി ഒബ്ജക്റ്റീവ് എന്താണ്. അപ്പോൾ ഈ ഓരോ ഫാമിലിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സാമൂഹിക ഇടങ്ങൾ വളരെ ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ അവരൊക്കെ ടി വി വെക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴും ഒക്കെ എന്തൊക്കെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു കാലത്ത് വളരെ മോശമായിട്ട് മനുഷ്യൻ ജീവിച്ചതിൻ്റെ പ്രതിഫലനമെല്ലാം ഇന്നത്തെ കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ചപ്പും ചവറും ആണ് എല്ലാ ദിവസവും കാണേണ്ടി വരുന്നത്. വളരെ മോശമായ അവസ്ഥകൾ എല്ലാ ദിവസവും കണ്ടു വളരുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ നല്ല പ്രതീക്ഷകൾ എങ്ങനെ നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? ഏറ്റവും പ്രയാസകരമായ കാര്യം അതാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു നല്ല മാതൃകയും കാണാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു തിരുത്തലിന് തയ്യാറായേ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിലെ നമ്മൾ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യങ്ങൾ ഒരു 3 സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒന്ന്, വിദ്യാഭ്യാസത്തിൽ വന്ന തകരാറാണ്. യാതൊരു മൂല്യബോധമോ അച്ചടക്കമോ സംസ്കാരമോ ഒക്കെ വിദ്യാഭ്യാസത്തിൽ നിന്നെല്ലാം തെറിപ്പിച്ചിട്ട് വെറും കച്ചവടപരമായ കുറേ താല്പര്യത്തിന് വേണ്ടി വിദ്യാഭ്യാസം മാറ്റുക, രാഷ്ട്രീയത്തിൻ്റെ വെറും തരംതാണ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ മാറ്റുക. അതിൻ്റെ പരിണിത ഫലമാണ് ഒന്ന്. രണ്ടാമത്, രാഷ്ട്രീയത്തിൽ വന്ന ഏത് വിധേന അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട പരിപാടികളും കാണിക്കുകയും, നമ്മുടെ നേതാക്കന്മാർ വലിയ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതെല്ലാം ഹീറോയിസവും, മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ തെറ്റും. ആര് കാണിച്ചാലും, സ്വന്തം അപ്പൻ കാണിച്ചാലും തെറ്റാണെന്ന് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല ഒരു രാഷ്ട്രീയ നേതാവാകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉയർത്തിപ്പിടിച്ചേ പറ്റുള്ളൂ. മൂന്നാമത്തേതെന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥിതിയാണ്. ഈ രാജ്യത്ത് എന്ത് തെറ്റ് ചെയ്താലും പിടിക്കപ്പെടത്തില്ല എന്നുള്ളൊരു വലിയ വിശ്വാസം ഈ ക്രിമിനൽ ആൾക്കാർ, അല്ലെ ഈ ക്രൈം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. സിനിമയിൽ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? കാരണം എന്ത് നടന്നാലും ഒരു സ്ത്രീയെ ഏത് തരത്തിൽ ആക്രമിച്ചാലും ഇവിടെ അതൊന്നും പുറത്തു കൊണ്ടുവരില്ല. കാരണം അതിന് നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് അധികാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പോലീസിനെയും ഈ പറയുന്ന നിയമവ്യവസ്ഥയെയും ഒക്കെ വിലക്കെടുക്കാമെന്നും, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലൊക്കെ നമുക്ക് ഏത് തരത്തിലും അധികാരം കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് അട്ടിമറിക്കാൻ കഴിയുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയധികം ക്രൈമുകൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഇവിടെ സ്ത്രീകളെല്ലാം പരിശുദ്ധരാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. സ്ത്രീകൾ ഒരുപാട് ക്രിമിനൽ സ്ത്രീകളും കൂടെ ഇടപെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് പല കുട്ടികൾക്കും ഉണ്ടായത്. മുതിർന്ന പലരും ഇതിനെല്ലാം കണ്ണടച്ച് കൂട്ടുനിന്നവരാണ്.
മുതിർന്ന പിന്നെ ചില പരിശുദ്ധരായ സിനിമാ നടന്മാരും സിനിമാ പ്രവർത്തകരെയൊക്കെ ഇപ്പോൾ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരും എല്ലാം കണ്ണടച്ച് നിന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ശക്തമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഓരോരുത്തരും ഒന്ന് വിസിൽ ബ്ലോവേഴ്സായിട്ട് കുറച്ച് പേർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് നിർത്താൻ കഴിയും. കേരളത്തിൽ നിന്നെങ്കിലും ഇന്ത്യൻ സിനിമാ രംഗത്തൊരു മാറ്റം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത് സിനിമാ രംഗത്ത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ട. എല്ലാ രംഗത്തും ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ വിദ്യാർത്ഥികളെ ഒക്കെ ചൂഷണം ചെയ്യുന്ന എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലേക്ക് അധികം കാലമൊന്നും ആയില്ലല്ലോ. ഡൽഹിയിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ, സ്പോർട്സ് താരങ്ങൾ നടത്തിയ, പിന്നെ പെൺകുട്ടികൾ നടത്തിയ സമരം എവിടെ പോയി? ആ സമരമെല്ലാം കംപ്ലീറ്റ് അട്ടിമറിച്ചു. ഓരോ രാഷ്ട്രീയവും ഓരോ സ്ഥലത്തും പിന്നെ ഇത് അട്ടിമറിക്കുന്നതിൽ വിരുദ്ധരാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ഇതിനകത്ത് സംശുദ്ധിയൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള നാശങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ്. നമ്മൾ ഡോക്ടർമാരുടെ സമരം ഈ അടുത്തിടെ കണ്ടു. ഡോക്ടർമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ സമൂഹങ്ങളിൽ സൃഷ്ടിക്കുന്ന, മൈക്രോ ലെവലിൽ നമ്മൾ സൃഷ്ടിക്കുന്ന നന്മയുടെ ആകത്തുകയാണ് ഒരു സമൂഹത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒക്കെ നന്മയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തും അവർ വലിയ കാറ് വാങ്ങിക്കാനായിട്ടല്ല ആദ്യം ശ്രമിക്കേണ്ടത്, നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കെല്ലാം പൈസയൊക്കെ കിട്ടിക്കോളും. തെറ്റായ മരുന്നുകൾ എഴുതുകയും തെറ്റായ ഓപ്പറേഷനുകൾ നടത്തുകയും തെറ്റായ പിന്നെ ഡയഗ്നോസുകളൊക്കെ നടത്തുകയും വളരെ നെഗ്ലിജൻസ് കൊണ്ട് ധാരാളം ജീവനുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് മെഡിക്കൽ രംഗത്ത് നടക്കുന്നില്ലേ? അപ്പോൾ ഓരോ രംഗത്തും അവനവൻ കുറച്ചുകൂടെ മെച്ചപ്പെടുമ്പോൾ അതിൻ്റെ ആകത്തുകയാണ് സാമൂഹികമായ നന്മയെന്ന് പറയുന്നത്, അല്ല സാമൂഹികമായ സമാധാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ മാറ്റങ്ങളുണ്ടാവണം. കുറേ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം, അത് വെറും ലിറ്ററസി പാർട്ടാണ്. അതിനപ്പുറമായിട്ട് ഒരു സാംസ്കാരികമായ രൂപാന്തരം, അതുപോലെ തന്നെ മൂല്യപരമായ ഒരു എൻറിച്ച്മെൻറ്റ്, ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ മാത്രമല്ല, ഒരു സ്വിച്ച് ഇട്ടാൽ ഉടനെ ഈ റിപ്പോർട്ട് വന്നു ഇനി മുതൽ എല്ലാം കറക്റ്റാകും. ഒന്നും കറക്റ്റാകാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിലാണ് ഇവിടെ ഒരു കോളേജിൽ ഒരു പെൺകുട്ടികൾ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രൊഫസർമാരൊക്കെ ഇൻവോൾവ് ആകുകയും വലിയ അന്വേഷണങ്ങളൊക്കെ നടക്കുകയും പിന്നീട് അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ എന്തെല്ലാം ഇവിടെ നടന്നു, ഏതെല്ലാം കേസുകൾ അട്ടിമറിക്കപ്പെട്ടു. ഇവിടെ പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇവിടെയെല്ലാം ഇരകളുടെ കൂടെ നിന്ന് കാശുണ്ടാക്കി ഞാഞ്ഞൂല് പോലെ ഇരുന്നവനൊക്കെ ഇപ്പോൾ പിന്നെ വലിയ പാറ്റൻ ടാങ്ക് പോലെ ആയി മാറിയിട്ടുണ്ട്. എല്ലാവരും തടിച്ചു കൊഴുത്തു. എങ്ങനെയാണ് തടിച്ചു കൊഴുത്തത്? ഈ അഴിമതികൾക്കും അക്രമങ്ങൾക്കും പെൺകേസിനുമൊക്കെ കൂട്ടുനിന്നാൽ കിട്ടുന്നത് തടിച്ചു കൊഴുക്കാനുള്ള വിഭവമാണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും തടിച്ചു കൊഴുത്തത്. ഇവിടെ എനിക്കറിയാവുന്നൊരു നേതാവ് മീഡിയേഷനാണ് പുള്ളിയുടെ പരിപാടി. കഞ്ചാവ് കേസെല്ലാം മീഡിയേറ്റ് ചെയ്ത് കാശുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തരത്തിൽ, ഏതെല്ലാം തരത്തിൽ സമൂഹത്തിൽ തിന്മകൾക്ക് കൂട്ടുനിന്ന് തടിച്ചു കൊഴുക്കാമോ അങ്ങനെയെല്ലാം തടിച്ചു കൊഴുത്ത് കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് ഇവിടെ ആൾക്കാർ. എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിവിടെ എല്ലാം മാറ്റിയെടുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും. മതങ്ങളെയൊന്നും ഞാൻ പറയുന്നേയില്ല, കാരണം അവരുടെയൊക്കെ ലക്ഷ്യങ്ങളെ മരാമത്ത് പണിയായിട്ട് വർഷങ്ങളായി മരാമത്ത് പണി മാത്രമാണ്. എന്നാൽ ഈ കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, ഈ യുവതയ്ക്ക് എന്ത് കൊടുക്കാം, ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാം, കുടുംബങ്ങൾ തകരാതിരിക്കാൻ എന്ത് ചെയ്യാം, കുട്ടികളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ എന്ത് ചെയ്യാം, ആർക്കും ഇവിടെ ഒരു ചിന്തയില്ല. നല്ല പള്ളിയൊക്കെ പൊളിക്കുക, വീണ്ടും പണിയുക, നല്ല ഹോള് പൊളിക്കുക, വീണ്ടും പണിയുക. ഇതൊക്കെയാണ് മതമേഖലയിൽ നടക്കുന്നത്. എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മരാമത്ത് പണിയുമായിട്ട് മനുഷ്യൻ പോയപ്പോൾ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതെല്ലാം നമ്മൾ മറന്നുപോയതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ ആത്മഹത്യയും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ മാനസിക രോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. മാനസിക ആരോഗ്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളിലേക്കൊക്കെ ധാരാളം ആൾക്കാർ പോകും. ആത്മഹത്യകളൊക്കെ ദൈനംദിനം കൂടുമ്പോൾ നമ്മളിതിന് മാനസിക ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മാനസിക ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെയൊക്കെ സമഗ്രമായി വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റീസൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം, അവരുടെ എബിലിറ്റീസ് ഉയർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രവണതകളിലൊക്കെ അവർ പോയി വീഴാതിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായി ഒരു മാനവശേഷി വികസനത്തിൽ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ എല്ലാ സാമൂഹിക ഇടങ്ങളിലും അതുപോലെ തന്നെ വ്യാവസായിക ഇടങ്ങളിലും എല്ലാം തന്നെ
വളരെ വളരെ ഗൗരവപൂർവ്വം ആരും പീഡിപ്പിക്കപ്പെടാതെയും ആരും അഴിമതിക്ക് ഇരയാകാതെയും തട്ടിപ്പിന് ഇരയാകാതെയും ഒക്കെ ഇരിക്കാനുള്ള ജാഗ്രതകൾ പുലർത്തുകയും ഞാൻ പരിശുദ്ധനാണെന്നും പറഞ്ഞ് ഇവിടെ ആരും സ്വർഗത്തിലൊന്നും പോകത്തില്ല. ഞാൻ പരിശുദ്ധനാകുന്നത് ഈ മറ്റുള്ളവർക്ക് തെറ്റുകൾ കണ്ട് കണ്ണടച്ചിരുന്നാണെങ്കിൽ ആ കണ്ണടച്ചിരിപ്പ് ആസ് ഈക്വൽ ആസ് എ ക്രിമിനൽ. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പലരും കണ്ണടച്ച് മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്ന് പറയുകയാണ്. അങ്ങനെയല്ല. നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലെ മോശങ്ങളെ ഒന്ന് വിസിലടിച്ചെങ്കിലും ലോകത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു കൂട്ടുത്തരവാദിത്വം കൊണ്ട് മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. ഏതെങ്കിലുമൊക്കെ രാജ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിലെല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ആ മെച്ചങ്ങളുണ്ടായത്. ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഉള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇൻസൈഡ് മിഷൻ്റെ 350 മേളിൽ വീഡിയോസ് വന്നു. പക്ഷേ ഇതൊന്നും ആരും കാണുന്നില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള എന്തെങ്കിലും വൃത്തികേടിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വൈറലാകും. എന്തെങ്കിലും സാമൂഹികപരമായ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ചാനലുകൾക്കൊന്നും കാഴ്ചക്കാരുണ്ടാവില്ല. അതും ഒരു സമൂഹത്തിൻ്റെ രോഗാവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രോഗാവസ്ഥയും മാറ്റിയെടുക്കാം. നമുക്ക് ഓരോ വിഭാഗത്തിനും കൊള്ളുന്ന ഒരു വീഡിയോ ആണെന്ന് കണ്ടാൽ അതൊന്ന് അത്തരം ഒരു അധ്യാപകന് നല്ലതെന്ന് തോന്നിയാൽ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു മോശവും സംഭവിക്കില്ല. എല്ലാവർക്കും നന്ദി. താങ്ക് യു.